പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 18 വർഷമായി PNNM മെഡിക്കൽ കോളേജിൽ നടന്നു വരുന്ന സൗജന്യ കർക്കിടക കഞ്ഞിയുടെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കിന്നറിയാം. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അടുപ്പൊക്കെ കത്തിച്ച് പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് അതിൽ പ്രത്യേകതരം ആയുർവേദ മരുന്നാണ് ഈ ചേർത്ത് അതിൽ തിളപ്പിക്കുന്നത്. തലേ ദിവസം കുതിർത്ത് വെച്ച ഞവര അരിയും അതുപോലെ ഉലുവയും ചേർത്ത് തിളപ്പിക്കുന്നു. വർഷങ്ങളായി എൻ്റെ കോളേജിൽ 2 സ്റ്റാഫായ ബാബുവേട്ടനും വേണുവേട്ടനും ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. വെന്തതിന് ശേഷം അതിൻ്റെ മേലെ ഔഷധക്കൂട്ട് ഇങ്ങനെ തൂകി കൊടുക്കുന്നുണ്ട്. അതിട്ട് വീണ്ടും തിളപ്പിക്കുന്നു. തിളച്ചതിന് ശേഷം അതിലേക്ക് നല്ല നാളികേരമാണ് വിതറുന്നത്. ഇതും കൂടി ഇട്ട് വീണ്ടും തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കർക്കിടക കഞ്ഞിയാണ് തയ്യാറാവുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ വിതരണം ചെയ്യുന്നു എന്നൊക്കെയുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെ ഒന്ന് കണ്ടാലോ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ വിതരണമൊക്കെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ പ്രതിരോധശേഷി ക്രമീകരിക്കുന്നതിന് വേണ്ടി നിരവധി ഔഷധക്കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ CEO സന്ധ്യ മാഡം അവസാനത്തെ എല്ലാ മേൽനോട്ടത്തിനും മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ പരിപാടി ഉദ്ഘാടനം നടത്തിയത് കോളേജിൻ്റെ സെക്രട്ടറി ശ്രീ വിജയനാഥ് സാറും അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീ ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാറുമാണ്. നിലവിളക്കൊക്കെ കൊളുത്തി പ്രോഗ്രാമെല്ലാം നല്ല രീതിയിൽ ആരംഭിച്ചു. ചെറുതുരുത്തിയിലെ തന്നെ ജോസഫ് മാസ്റ്റർ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു സാർ, സന്ധ്യ മാഡം എല്ലാവരും നിലവിളക്ക് കൊളുത്തി. ഇതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഇത്രയും വർഷം ഇത് കൊണ്ട് നടത്തുക എന്നുള്ളതൊരു മഹാകാര്യം തന്നെയാണ് അല്ലേ. പിന്നെ ഇതാ എല്ലാവരും കഞ്ഞി വിളമ്പി ഉദ്ഘാടനം നടത്താനായിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് കഞ്ഞി വിതരണം എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടെ കാണാം കേട്ടോ. അങ്ങനെ ഇതാ വരിയായിട്ട് ബാക്കിൽ നിൽക്കുന്നത് കണ്ടോ. രാവിലെ ഒരു 9 മണിയായപ്പോൾ തൊട്ട് ആളുകൾ വന്നിരിക്കാൻ തുടങ്ങി. ഇതാ സാറ് കഞ്ഞി വിളമ്പാനായിട്ട് നിൽക്കുകയാണ്. ഔദ്യോഗികമായിട്ട് വിളമ്പി ഉദ്ഘാടനം നടത്തുകയാണത്. അതുപോലെ പ്രസിഡൻറ്റ് ഷെയ്ഖും സാറ് പയർ വിളമ്പുന്നു, മാഡം അച്ചാർ വിളമ്പുന്നുണ്ട്, പ്രിൻസിപ്പൽ സാർ ഉപ്പ് വിളമ്പുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. പിന്നെ ഇതായി വിളമ്പുന്നത് മുഴുവൻ എൻ്റെ ഡോക്ടേഴ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുമാണ് കേട്ടോ. അല്ലാതെ പുറമേ നിന്ന് ആരും ഒന്നും അല്ല ചെയ്യണേ. കോളേജ് തന്നെ മുഴുവൻ സ്റ്റാഫുകൾ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ആരും മാറി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു തിരക്കാണ്. ഒരു ദിവസം മിനിമം 1000 ആളുകൾക്ക് മേലെ അവിടെ വന്ന് കഴിച്ചു പോകുന്നുണ്ട്. ഇത് ഡോക്ടർ വിശാഖ് സാറ്, വിനീത ഡോക്ടർ, കൃഷ്ണപ്രഭ, വന്ന ഗസ്റ്റുകൾ അവരും കഞ്ഞി കുടിച്ചു. ഇതാണ് അവിടെ കൊടുക്കുന്ന സാധനങ്ങൾ. വടുകപ്പുളി അച്ചാറല്ല, അത് വെളുത്ത കളറിലിട്ടിട്ട് പച്ചമുളക് കീറിയിട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആ കാണുന്നതാണ് തിരക്ക്. പിന്നെ അങ്ങോട്ട് തിരക്കായി. പക്ഷേ എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അങ്ങനെ യാതൊരു പ്രോബ്ലമൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ തന്നെയാണ് കേട്ടോ. ശ്രീജ, രമേശ്, റെജി, പിന്നെ ലീല ചേച്ചി, ബീന ചേച്ചി, ഇവരൊക്കെ വിളമ്പാനുണ്ടായിരുന്നു. അവസാനം എനിക്കും വിളമ്പാൻ കിട്ടി. ഇത് ചെറുപയറാണ് കേട്ടോ ഞാൻ വിളമ്പുന്നത്. അത് ആവിയിൽ പുഴുങ്ങിയിട്ട് അതിൽ ഉപ്പും നാളികേരവും കൂടെ ചേർത്ത തോരനാണ് വിളമ്പുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പേഴ്സാണ് ഇരിക്കുന്നത്. അജിത ചേച്ചി 16-ാം വാർഡ് മെമ്പർ, അതുപോലെ ബിന്ദു 9-ാം വാർഡ്. ഇതുപോലെ ഒരുപാട് ആളുകൾ കഴിക്കാൻ വരുന്നുണ്ട്. അവസാനം ഞാൻ കഴിക്കാനിരുന്നു. നല്ല തിരക്കായിരുന്നു, പക്ഷേ രസമാണ് കേട്ടോ. നല്ല അങ്ങനെ ഉലുവയുള്ളത് കൊണ്ട് അങ്ങനെ കയ്പോ അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാ വർഷവും കർക്കിടകം 1 മുതൽ കർക്കിടകം 7 വരെ 7 ദിവസമാണ് ഉണ്ടാവുക. ഇത് ഞങ്ങളുടെ ചെറുതുരുത്തിയിലെ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫുകളാണ്. ഇത് ഞങ്ങളുടെ മാനേജർ മംഗളം ചേച്ചി. വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.